ഡിഗ്രി മെയിൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളോട് ചില ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ഇനിയുള്ള 30 ദിവസത്തിൽ ഒരുപാട് ഡൗട്ടുകൾ നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവും അല്ലേ. എസ്പെഷ്യലി ഭയങ്കര സീരിയസ് ആയിട്ട് കഴിഞ്ഞ ഒരു കൊല്ലത്തോളം പ്രിപ്പയർ ചെയ്ത ആൾക്കാരുണ്ട്. എന്തുകൊണ്ടാണ് UPSC പോലെയുള്ള എക്സാമുകളിൽ ഈ ടെസ്റ്റ് സീരീസ് കൾച്ചർ ഭയങ്കര ഡോമിനൻ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത്? ഒരു തരത്തിലും കൺസിസ്റ്റൻസി ലൂസ് ചെയ്യാതെ പ്രിപ്പറേഷനിലും അതുപോലെ തന്നെ സിലബസ് കംപ്ലീഷനിലും ഫോക്കസ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. PSC നടത്തിയ ഇതേ മാതൃകയുള്ള ചോദ്യങ്ങൾ, അതേപോലെ തന്നെ PSC പോലെയുള്ള ബാക്കി എക്സാം ബോർഡുകൾ നടത്തിയ ഇതേ സിലബസുള്ള ചോദ്യങ്ങൾ, ഇതെല്ലാം പഠിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പോരാട്ടം ചൂസ് ചെയ്യാം. ഹായ് ഓൾ, വെൽക്കം ടു KS മെൻറ്റർ. അനൂപാണ്. അപ്പോൾ ഡിഗ്രി മെയിൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളോട് ചില ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ, അതായത് ഇനി വെറും 30 ദിവസത്തോളം മാത്രമേ നിങ്ങളുടെ കയ്യിലുള്ളൂ അല്ലേ. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ ഒരു തരത്തിലും ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങൾ ഒരിക്കലും വിട്ടുപോകാൻ പാടാത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റിനെ കുറിച്ച് സംസാരിക്കാനാണ് ഇന്ന് വന്നിരിക്കുന്നത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ചെറിയൊരു വീഡിയോ ആണ്, പക്ഷേ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യുവർ പ്രിപ്പറേഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളെല്ലാവരും ഭയങ്കര സ്ട്രോങ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് എല്ലാവരും ഇപ്പോൾ സ്പെഷ്യൽ ടോപ്പിക് എല്ലാം ഫോക്കസ് ചെയ്ത് പഠിക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ മുമ്പ് നമ്മൾ തുടക്കത്തിൽ നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങുന്ന സമയത്ത് പറഞ്ഞ പോലെ GSലും കോൺസെൻട്രേഷൻ കൊടുക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇനി നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള നിങ്ങളുടെ ആ ഒരു ചോദ്യം ഇനിയുള്ള 30 ദിവസത്തിൽ ഒരുപാട് ഡൗട്ടുകൾ നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവും അല്ലേ. എസ്പെഷ്യലി ഭയങ്കര സീരിയസ് ആയിട്ട് കഴിഞ്ഞ ഒരു കൊല്ലത്തോളം പ്രിപ്പയർ ചെയ്ത ആൾക്കാരുണ്ട്. പ്രിലിംസ് റിസൾട്ട് വന്ന ശേഷം പ്രിപ്പയർ ചെയ്ത ആൾക്കാരുണ്ട്. സോ നിങ്ങളുടെ ഒരുപാട് ഡൗട്ട് ഉണ്ടാവും. ലൈക്ക് സിലബസ് കംപ്ലീറ്റഡ് ആയോ, അല്ലെങ്കിൽ സിലബസ് കംപ്ലീറ്റഡ് ആയി തന്നെ ഞാൻ എത്രമാത്രം റിവിഷൻ ചെയ്തിട്ടുണ്ട്. റിവിഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു എന്ന തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷെ അത് എത്രമാത്രം പരീക്ഷാ പേപ്പറിൽ നിന്ന് ഒരു റിസൾട്ടായിട്ട് ആ ഒരു മാർക്കായിട്ട് തിരിച്ചു കിട്ടും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. അതിൻ്റെ പ്രധാന കാരണം നിങ്ങൾ റിവിഷൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ആൻഡ് ഓഫ് കോഴ്സ് ക്വസ്റ്റ്യൻസും ക്ലാസ്സസിൻ്റെയും ഡൗട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. പലരും പല ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചിട്ടുണ്ടാവും. KS മെൻറ്ററിൽ ഒരുപാട് കുട്ടികൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. സോ നിങ്ങളുടെ KS മെൻറ്ററിലെ കുട്ടികളായാലും പുറത്തെ കുട്ടികളായാലും കോമൺ ആയിട്ടുള്ള ഡൗട്ടായിരിക്കും. ഒരുപാട് ക്വാണ്ടിറ്റി ഓഫ് ക്ലാസ്സസ് ഞാൻ കണ്ടു, അല്ലെങ്കിൽ ഒരുപാട് ക്വാണ്ടിറ്റി ഓഫ് ചോദ്യങ്ങൾ ഞാൻ ചെയ്തു. അതിൽ എത്രമാത്രം എനിക്ക് പരീക്ഷാ പേപ്പറിൽ വീണ്ടും ഒരു റിസൾട്ടായിട്ട് വരുന്ന പോലെ, എൻ്റെ മാർക്കായിട്ട് വരുന്ന പോലെ കൺവേർട്ട് ചെയ്യുന്ന ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എത്ര പോർഷൻസ് ഈ പറയുന്ന ക്ലാസ്സുകളിൽ കവർ ചെയ്ത് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഡൗട്ട്, ഒരുപാട് കൺസെപ്ഷ്വൽ പാർട്ടുകൾ അടങ്ങിയ ഒരു എക്സാമാണിത്. നമ്മുടെ തുടക്കത്തിലെ മെയിൻ സിലബസിനെ ഡീകോഡ് ചെയ്തുകൊണ്ടുള്ള വീഡിയോസ് എല്ലാം ചെയ്യുമ്പോൾ പറഞ്ഞതാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗം കൺസെപ്റ്റാണ്, പിന്നെ ഹിസ്റ്ററിയാണ്, പിന്നെ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനാണ്, പിന്നെ ഏറ്റവും ലാസ്റ്റ് അതിൽ വരുന്ന ചില പ്രശ്നങ്ങളാണ്. ഇങ്ങനെയാണ് LSS പേപ്പർ 2യുടെ സിലബസ് ആയാലും, അല്ലെങ്കിൽ ഇനിയിപ്പോൾ കേരള ബാങ്ക് എടുത്തു കഴിഞ്ഞാൽ അവിടെ ആയാലും ഒക്കെ ഓരോ സിലബസിനെയും എന്താ പറയുക ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെയെല്ലാം എത്രമാത്രം ആ കൺസെപ്ഷ്യൽ അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം അത് ബേസ് ചെയ്തിട്ടായിരിക്കും സ്റ്റേറ്റ്മെൻറ്റ്സിനെ നിങ്ങൾക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റുക. ആൻഡ് ഓഫ് കോഴ്സ് ഏറ്റവും അവസാനം എക്സാം ഹാള് സ്ട്രാറ്റജീസ്, അല്ലെങ്കിൽ ഇനിയൊരു എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾ എന്ന രീതിയിൽ, അല്ലെങ്കിൽ ആസ്പിരൻസ് എന്ന രീതിയിൽ അവിടെ വരുന്ന പ്രശ്നങ്ങളുണ്ടാവും അല്ലേ. അവിടെ ചിലപ്പോൾ ചില ആൾക്കാർക്ക് ആങ്സൈറ്റി ഇഷ്യൂസ് ഉണ്ട്, ചില ആൾക്കാർക്ക് ടൈം മാനേജ്മെൻറ്റ് ഇഷ്യൂസ് ഉണ്ട്. ആൻഡ് എനിക്ക് ഉറപ്പാണ് ഈ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോഴും പൂർണ്ണമായും ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവില്ല ഞാൻ 100 എണ്ണത്തിൽ എത്ര ചോദ്യമാണ് അവിടെ എഴുതാൻ പോകുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ LSSൻ്റെ കാര്യത്തിലാണ് ഞാൻ ഈ 200 ചോദ്യത്തിൽ ഓരോ പേപ്പറിലും എത്ര എണ്ണമാണ് എൻ്റെ ഐഡിയൽ നമ്പർ ഓഫ് അറ്റംപ്റ്റ്, സോ ദാറ്റ് എനിക്കൊരു 60-70 മാർക്ക് എന്തായാലും സ്കോർ ചെയ്തിരിക്കും. നിങ്ങൾക്ക് എത്ര പേർക്ക് പറയാൻ പറ്റും ഞാനത് ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞു എന്നുള്ള? ഒരുപാട് പേര് അതിപ്പോഴും മനസ്സിലാക്കാതിരിക്കുന്നുണ്ടാവും. പക്ഷെ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ അല്ലാതെ വരുമ്പോഴാണ് കുറേ നെഗറ്റീവ് അടിക്കുന്ന അവസരങ്ങൾ, അല്ലെങ്കിൽ അത്തരം അവസ്ഥകളിലോട്ടെല്ലാം ആസ്പിരൻസ് പോകുന്നത്. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം, നിങ്ങളുടെ പെർഫോമൻസായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള ഡൗട്ടുകൾ. എൻ്റെ ഒപ്പം പഠിക്കുന്ന 35,000 പേരുണ്ട്, അല്ലെങ്കിൽ കേരള ബാങ്കിനായാലും 20,000-ഓളം ആൾക്കാരുണ്ട്. അവർ ഏത് രീതിയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഞാൻ അവരെ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ എവിടെ എത്തി, എനിക്ക് ഇപ്പോൾ കേരളത്തിൽ എവിടെയാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ളൊരു അറിവ്, നോഹവ് എൻ്റെ കയ്യിലില്ല. അതുപോലെ തന്നെയാണ് കോമ്പറ്റീഷൻ്റെ കാര്യവും പറയാൻ പറ്റുന്നത്. ഒരുപാട് ഇപ്പോൾ UPSC ക്രൗഡ് എഴുതുന്നുണ്ട്, PSCയിൽ തന്നെ വെറ്ററൻസ് എഴുതുന്നുണ്ട്, PSCയിൽ തന്നെ ആദ്യമായിട്ട് പ്രിലിംസ് ജയിച്ചവർ എഴുതുന്നുണ്ട്. ഇവരെല്ലാം എന്തുമാത്രം കോമ്പറ്റീഷനാണ് എനിക്ക് തരാൻ പോകുന്നത്, ഇതിൻ്റെ ഒരു കണക്കും ഇപ്പം നിങ്ങളുടെ കയ്യിലുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾ എത്രമാത്രം മോട്ടിവേറ്റഡ് ആണ്. തുടക്കത്തിൽ നല്ലപോലെ മോട്ടിവേറ്റ് ചെയ്ത് പഠിച്ചവരുണ്ട്. ഒരുപാട് കുട്ടികൾ നമ്മളെങ്ങനെ വിളിക്കും, തുടക്കത്തിൽ നല്ലോണം പഠിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഞാൻ കുറച്ച് താഴെയാണ്, ഇനിയുള്ള ഒരു മാസത്തിൽ എനിക്ക് കവർ ചെയ്യാൻ പറ്റുമോ, ഞാൻ അതിനുവേണ്ടി ചെയ്യേണ്ടത് എന്താണ്? സോ ഇങ്ങനെയുള്ള എല്ലാ ഡൗട്ടുകൾക്കും നിങ്ങൾക്ക്
നിങ്ങൾക്ക് ഇനി ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു പ്രാക്ടിക്കൽ സൊല്യൂഷൻ അല്ലെങ്കിൽ സ്മാർട്ട് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു നല്ല ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ആ ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യുക എന്നത് നിങ്ങൾ എന്ത് ടെസ്റ്റ് സീരീസ് അല്ലെങ്കിൽ ആരുടെ ടെസ്റ്റ് സീരീസ് ആയിക്കൊള്ളട്ടെ, ആദ്യം എനിക്ക് പറയാനുള്ളത് എന്തിന് ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യണം. എന്തുകൊണ്ടാണ് UPSC പോലെയുള്ള എക്സാമുകളിൽ ഈ ടെസ്റ്റ് സീരീസ് കൾച്ചർ ഭയങ്കര ഡോമിനൻ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത്? ഇവൻ ഒരു PCM കോഴ്സ് എടുത്തില്ലെങ്കിലും പ്രിലിംസ് കോഴ്സ് എടുത്തില്ലെങ്കിലും എല്ലാവരും നിർബന്ധമായും ടെസ്റ്റ് സീരീസ് എഴുതിയിരിക്കും. അതുകൊണ്ട് മാത്രം പ്രിലിംസ് കയറി പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഒരു ആസ്പിരൻറ്റ് ഏതൊരു എക്സാമിനും ടെസ്റ്റ് സീരീസ് എടുക്കണം എന്നുള്ളതാണ് ഞാനിവിടെ പറയുന്നത്. ഫസ്റ്റ് തിങ് കൺസിസ്റ്റൻസിയാണ്. നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ മുമ്പ് ഇട്ട പോലത്തെ എഫേർട്ട് ഇട്ടാൽ പോരാ. ഒരു തരത്തിലും കൺസിസ്റ്റൻസി ലൂസ് ചെയ്യാതെ പ്രിപ്പറേഷനിലും അതുപോലെ തന്നെ സിലബസ് കംപ്ലീഷനിലും ഫോക്കസ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കുറച്ച് ദിവസമേ നിങ്ങളുടെ കയ്യിലുള്ളൂ അല്ലേ. അപ്പോൾ ആ സമയത്ത് ഇനി ചിലപ്പോൾ നമുക്ക് തോന്നുമോ ഒരു ദിവസമല്ലേ, ഞാൻ ഒരു കല്യാണത്തിന് പോയിട്ട് വരാം, അല്ലെങ്കിൽ ഒരു സിനിമ കണ്ടിട്ട് വരാം. അപ്പോൾ ആ ഒരു സമയം അല്ലെങ്കിൽ ആ ഒരു എഫേർട്ട് എൻ്റെ എക്സാമിലോട്ടുള്ള ഔട്ട്പുട്ടിനെ എത്രമാത്രം ബാധിക്കുന്നു എന്നൊന്നും നിങ്ങൾ ചിന്തിക്കില്ല. അൺലെസ് നിങ്ങൾ എന്തോ ഒരു ഇവൻറ്റ് ഈ പ്രിപ്പറേഷനിൽ തന്നെ ഇരുത്തിയില്ലെങ്കിൽ ആ ഇവൻ്റ് എന്ന് പറയുന്നത് ടെസ്റ്റ് സീരീസാണ്. കാരണം നിങ്ങൾക്ക് മാറാൻ പറ്റില്ല. നിങ്ങൾക്ക് അടുത്ത എക്സാമിന് പഠിക്കാൻ ടോപ്പിക്കുകൾ നിങ്ങളുടെ മുന്നിലുണ്ടാവും. അത് പഠിച്ചില്ലെങ്കിൽ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ താഴെ പോകുമെന്ന് നിങ്ങൾക്ക് പേടിയുണ്ടാവും. എനിക്ക് എങ്ങനെ ഇത് ക്രാക്ക് ചെയ്യണം എന്നുള്ള മോട്ടിവേഷൻ വരും. സോ ആ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ എക്സാം ഹാള് നമ്മുടെ ലൈഫിനെ സംബന്ധിച്ചിടത്തോളം, ആസ്പിരൻസിൻ്റെ ലൈഫിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ യൂണിവേഴ്സിറ്റി ഒരു സ്പേസാണ്. എന്തുകൊണ്ട് അവിടെയാണ് നിങ്ങളുടെ ലൈഫ് ഡിറ്റർമൈൻ ചെയ്യപ്പെടുന്നത്. നിങ്ങൾ എത്രയൊക്കെ പഠിച്ചാലും അവിടെ നിങ്ങൾ എങ്ങനെയാണ് ടൈം മാനേജ് ചെയ്യുന്നത്, അവിടെ എങ്ങനെയാണ് നിങ്ങൾ എക്സാം ആങ്സൈറ്റീസിനെ ഓവർകം ചെയ്യുന്നത്, അവിടെ എങ്ങനെയാണ് നിങ്ങളുടെ ഇതുവരെയുള്ള എല്ലാ പ്രിപ്പറേഷൻ്റെയും ആക്യുറസി ലെവൽ അവിടെ കൊണ്ടുപോയി അപ്ലൈ ചെയ്യുന്നത്, സ്പീഡിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നത്, എല്ലാം ഡിറ്റർമൈൻ ചെയ്യുന്ന ആ ഒരു സ്പേസിൽ നിങ്ങൾ എങ്ങനെ പെർഫോം ചെയ്യും എന്നുള്ളത് നിങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ ഇതിനു മുമ്പ് ആ അത്തരം സ്പേസുകളിൽ ഇരുന്ന് പരീക്ഷകൾ എഴുതിയിട്ടുണ്ടാവണം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഓൺലൈനിലെങ്കിലും നിങ്ങൾ പരീക്ഷ എഴുതിയിട്ടുണ്ടാവണം. ആൻഡ് നെക്സ്റ്റ് തിങ്, നിങ്ങളുടെ നോളേജ് ഗ്യാപ്പുകൾ. ഞാൻ പറഞ്ഞപ്പോൾ 1000-ഓളം അല്ലെങ്കിൽ 1000-ലധികം 1000-2000 ടോപ്പിക്കുകൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. പക്ഷേ എന്തൊക്കെ ഞാൻ പഠിച്ചു, ഏതെങ്കിലും ഒന്ന് മിസ് ചെയ്ത് പോയിട്ടുണ്ടോ, ആ മിസ് ചെയ്ത് പോയ ഭാഗത്ത് ഇനി ഞാൻ കവർ ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്, അങ്ങനെ തുടങ്ങി നിങ്ങളുടെ എല്ലാ നോളേജ് ഗ്യാപ്പുകളും മനസ്സിലാകണമെങ്കിൽ ഈ എൻ്റെയർ സിലബസ് ഒന്നോ അതിലധികമോ ഓട്ടോ, ഞാൻ പറയും മിനിമം ഒരു 2 വട്ടമെങ്കിലും ഈ സിലബസിലൂടെ കടന്നു പോകാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് കിട്ടണം. ആ അവസരം എന്താണ്? ഓഫ് കോഴ്സ് ഒരു ടെസ്റ്റ് സീരീസാണ്. കാരണം എന്താ, നിങ്ങൾ സെക്ഷണൽ ടെസ്റ്റ് ചെയ്യും, നിങ്ങൾ ഫുൾ ടെസ്റ്റ് ചെയ്യും. അങ്ങനെ നിങ്ങൾ വീണ്ടും എന്തിലൂടെ പോവുകയാണ്? ഈ നിങ്ങളുടെ നോളേജ് ഗ്യാപ്പ് മനസ്സിലാകാനുള്ള പ്രോസസ്സിലൂടെ കടന്നു പോവുകയാണ്. ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ്, റിവിഷൻ എന്നുള്ള പ്രോസസ്സ്. നിങ്ങൾ റിവിഷൻ ചെയ്യാൻ നിർബന്ധിതരാകും. കാരണം നിങ്ങൾ മുമ്പ് പഠിച്ച പോർഷൻ ഇതുവരെ ഞാൻ മുമ്പ് പറയായിരുന്നു 7 ദിവസം റിവിഷൻ ചെയ്യണം, ചില ആൾക്കാരാണെങ്കിൽ 2 ദിവസം റിവിഷൻ ചെയ്യണം, ചില ആൾക്കാർ 1 മാസം റിവിഷൻ ചെയ്യണം. പക്ഷേ ടെസ്റ്റ് സീരീസിൻ്റെ സമയം എന്ന് പറയുന്നത് ഇറ്റ് ആക്ച്വലി ഒരു റിവിഷൻ തന്നെയാണ്. അപ്പോൾ പഠിക്കുന്ന കാര്യം റിവൈസ് ചെയ്യാനുള്ള അത് ഏറ്റവും എഫക്റ്റീവായിട്ട് ആ ടൈം ബൗണ്ടഡായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കും. ഒരു എഫക്റ്റീവായിട്ട് ടെസ്റ്റ് സീരീസ് എഴുതാൻ വേണ്ടി എഫേർട്ട് ഇടുന്ന ഒരാൾ, അത് ഒരു കാര്യം. വേറൊരു കാര്യം, എക്സാം പാറ്റേൺ ആയിട്ട് അഡോപ്റ്റ് ആവുക അല്ലെങ്കിൽ അഡാപ്റ്റ് ആവുക എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെ എക്സാം പാറ്റേൺ ആയിട്ട് അഡാപ്റ്റ് ആവും, എങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് കൂടുതൽ കാണും, ഈവൻ UPSC നിങ്ങൾക്ക് അറിയണം. ഒരു ടെസ്റ്റ് സീരീസ് എഴുതാൻ പോകുന്നു, ഏറ്റവും ഈസിയസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെ വരാം, ഏറ്റവും ടഫാക്കി കഴിഞ്ഞാൽ ഏത് എക്സ്റ്റെൻറ്റ് വരെ ചോദ്യം പോവാം. ഇത് രണ്ടും അറിഞ്ഞെങ്കിൽ ഇതിൻ്റെ ഉള്ളിലായിരിക്കും ആ പൂൾ ഓഫ് ചോദ്യം. അത് PSC അല്ല, ആര് ചോദ്യം ഇട്ടാലും ഇതിൻ്റെ ഉള്ളിൽ ചോദ്യം കിടക്കുന്നുണ്ടാവും. അപ്പോൾ PSCയുടെ പാറ്റേണിലോട്ട് ഒരു അഡാപ്റ്റേഷൻ എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ പരീക്ഷ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് അതിനും നിങ്ങൾ ടെസ്റ്റ് സീരീസ് എഴുതിയേ പറ്റൂ. ലാസ്റ്റ് തിങ് ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ്, അനാലിസിസ്. നിങ്ങളുടെ പെർഫോമൻസ് നിങ്ങൾ തന്നെ അനലൈസ് ചെയ്യണം. ചില ടോപ്പിക്കുകൾ ഞാൻ കോൺഫിഡൻ്റ് ആണെന്ന് വിചാരിച്ച ടോപ്പിക്കുകൾ നിങ്ങൾക്ക് മാർക്ക് പോകാം, അല്ലെങ്കിൽ ബാക്കി എല്ലാവരും സ്കോർ ചെയ്യുന്ന ചില ഭാഗങ്ങളിൽ ഞാൻ സ്കോർ ചെയ്യുന്നില്ല, പക്ഷേ ഭയങ്കര ടഫ് ഭാഗങ്ങളിൽ ഞാൻ സ്കോർ ചെയ്യും. പക്ഷേ കാര്യം എന്താ, 90% ആൾക്കാർ സ്കോർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കോർ ചെയ്തേ പറ്റൂ. ബാക്കി 10% ആൾക്കാർ അല്ലെങ്കിൽ ബാക്കി 10 ചോദ്യങ്ങൾ ആരും ചെയ്യാത്ത നിങ്ങൾ ചെയ്യുന്നതിൽ ഗുഡ്, അത് നിങ്ങളെ റാങ്ക് മേക്കർ ആവും. പക്ഷേ ഇത് എല്ലാവരും ചെയ്യുന്ന ചോദ്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ പെർഫോമൻസ് എവിടെയൊക്കെയാണ് വീക്ക് ആവുന്നത്, എന്നെ വേറൊരാളുമായിട്ട് കമ്പയർ ചെയ്യുക, വേറെ ഗ്രൂപ്പ് ഓഫ് കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ആസ്പിരൻസ് ആയിട്ട് കമ്പയർ ചെയ്യാൻ കിട്ടുന്ന അവസരം. സത്യം പറഞ്ഞാൽ അതാണ് ഒരു ടെസ്റ്റ് സീരീസിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. നിങ്ങൾക്ക് PSC പരീക്ഷയുടെ മുമ്പ് തന്നെ ഒരു അവസരം കിട്ടുവാണ്, ഞാൻ എവിടെ നിൽക്കും, ഇനി എന്ത് എഫേർട്ട് ഇട്ടാൽ എനിക്ക് ആ റാങ്ക് ക്രൗഡിൻ്റെ ഒപ്പം ഓടിയെത്താൻ പറ്റും. ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയുള്ള ഒരേ ഒരു വഴി ടെസ്റ്റ് സീരീസ് എന്നുള്ളതാണ്. ആൻഡ് ഇവിടെ ഞാൻ KS മെൻറ്ററിൻ്റെ ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ആൻഡ് എന്തുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം കവർ ചെയ്യുന്ന ഒരു ടെസ്റ്റ് സീരീസ് എഴുതണം എന്നുള്ളത് ഞാൻ പറഞ്ഞു. ആൻഡ് പോരാട്ടം എന്നുള്ള ഡിഗ്രി മെയിൻസിൽ ഇപ്പോൾ നമ്മൾ പോരാട്ടത്തിൻ്റെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് പോസ്റ്റിലോട്ടുള്ള മെയിൻസ് എക്സാം എഴുതുന്ന കുട്ടികൾക്കുള്ള ടെസ്റ്റ് സീരീസ് നടക്കുന്നുണ്ട്. നിങ്ങൾ അവരോട് റിവ്യൂ ചോദിച്ചാൽ മതി, അവർ പറഞ്ഞുതരും എന്തുമാത്രം നല്ല ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ടെസ്റ്റ് സീരീസിലൂടെ അവർ സോൾവ് ചെയ്ത് പോകുന്നതെന്ന്. അപ്പോൾ അങ്ങനെ ഒരു ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യുക, എസ്പെഷ്യലി കേരള ബാങ്ക് കസ്റ്റം മാനേജർ ആയാലും LSCS ആയാലും ഇനി ഇമ്പോർട്ടൻ്റ്
ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതിന് ഇത്രയും വീഡിയോ കണ്ട ശേഷം നിങ്ങൾക്ക് ഡൗട്ടൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ എന്താണ് ഇതിലുള്ള എന്നൊന്ന് ഞാൻ പറഞ്ഞുതരാം. 15 ടെസ്റ്റുകൾ, അതായത് 10 സെക്ഷണൽ ടെസ്റ്റുകളും 5 ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകൾ ഉൾപ്പെടെയുള്ള 15 ടെസ്റ്റുകൾ. ആൻഡ് LSCSനാണെങ്കിൽ അവസാനത്തെ 5 ടെസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പേപ്പർ 1, പേപ്പർ 2, അങ്ങനെ എങ്ങനെയാണോ PSC എക്സാം നടത്തുന്നത് അതേ പാറ്റേണിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാം. അതായത് ഈ ഒരൊറ്റ ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യുന്ന വഴി 2000 ചോദ്യങ്ങളാണ് നിങ്ങൾ കവർ ചെയ്യുന്നത്. LSCSനാണെങ്കിൽ, കേരള ബാങ്കിനാണെങ്കിൽ 1500 ചോദ്യങ്ങൾ നിങ്ങൾ കവർ ചെയ്യും. ഇതിലും നല്ലൊരു സിലബസ് കംപ്ലീഷനോ റിവിഷനോ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ദിസ് ഈസ് ദ ഐഡിയൽ സൊല്യൂഷൻ. ആൻഡ് ഓരോ ടെസ്റ്റ് സീരീസ് കഴിയുന്ന സമയത്ത് ഡീറ്റെയിൽഡ് ആയുള്ള ആൻസർ കീ വിത്ത് എക്സ്പ്ലനേഷൻ, അതിൻ്റെ തന്നെ ലൈവ് ആയിട്ടുള്ള, ഓൺലൈൻ ആവാം ഓഫ്ലൈൻ ആവാം, നിങ്ങൾക്ക് ഹൈബ്രിഡ് ആയിട്ട് എക്സാം എഴുതാൻ പറ്റുന്നു എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ. നിങ്ങൾക്ക് ഓഫ്ലൈൻ വേണമെങ്കിൽ ഓഫ്ലൈൻ ചൂസ് ചെയ്യാം, ഓൺലൈൻ വേണമെങ്കിൽ ഓൺലൈൻ ചൂസ് ചെയ്യാം. ആൻഡ് എക്സ്പ്ലനേഷൻ വരുന്ന സമയത്തും ഒട്ടുമിക്ക സെഷൻസ് ഓഫ്ലൈൻ ആയിരിക്കും, ചില സെഷൻസ് ഓൺലൈൻ ആയിരിക്കും. എനിവേ എക്സ്പ്ലനേഷൻ എന്നുള്ളത് നിങ്ങൾക്ക് നിർബന്ധമായും കിട്ടുന്ന ഒരു കാര്യമായിരിക്കും. ആൻഡ് അതിന് പുറമെ ചോദ്യങ്ങൾ, അതാണല്ലോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ആയിക്കോട്ടെ, ഇതൊക്കെ ഉണ്ട്, പക്ഷേ എന്ത് തരം ചോദ്യങ്ങളാണ് നിങ്ങൾ തരാൻ പോകുന്നത്? ആ ചോദ്യങ്ങളുടെ പ്രത്യേകതയാണ് ഞാൻ പോരാട്ടം അറ്റൻഡ് ചെയ്യണമെന്ന് നിങ്ങളോട് പറയാനുള്ള കാരണവും. ആൻഡ് PSC LSCSൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ചോദ്യങ്ങളില്ല എന്നുള്ള പ്രശ്നം നമ്മൾ തുടക്കം മുതൽ അഡ്രസ്സ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം വേണോ? PSC നടത്തിയ ഇതേ മാതൃകയുള്ള ചോദ്യങ്ങൾ, അതേപോലെ തന്നെ PSC പോലെയുള്ള ബാക്കി എക്സാം ബോർഡുകൾ നടത്തിയ ഇതേ സിലബസുള്ള ചോദ്യങ്ങൾ, ഇതെല്ലാം പഠിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പോരാട്ടം ചൂസ് ചെയ്യാം. അതല്ലെങ്കിൽ PSC മോഡൽ ചോദ്യങ്ങൾ, UPSC സ്റ്റാൻഡേർഡ് ഉണ്ട്, പക്ഷേ എന്ന് കരുതി PSCയുടെ മോഡലിന് നമ്മൾ മാറിപ്പോകാൻ പാടില്ല അല്ലേ? അപ്പോൾ PSC ചോദിക്കാവുന്ന മോഡലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യണോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് റെലവൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ, പലപ്പോഴും മെറ്റീരിയൽ കവർ ചെയ്തില്ല എന്ന് ചോദിക്കും, ഞാൻ ക്ലാസ് എടുത്തില്ല, ഹാൻഡ് ഔട്ട് തരുമോ? അപ്പോൾ KS മെൻറ്ററിൻ്റെ ഹാൻഡ് ഔട്ട് ഈ പറയുന്ന LSCSൻ്റെ സ്പെഷ്യൽ ടോപ്പിക് കവർ ചെയ്യുന്നത്, കേരള ബാങ്കിൻ്റെ ടോപ്പിക്കുകൾ കവർ ചെയ്യുന്നത്. സോ അങ്ങനെ ആ ഹാൻഡ് ഔട്ടുകളിൽ നിന്നെല്ലാമുള്ള ക്രക്സ് ഒരു സിംഗിൾ ടെസ്റ്റ് സീരീസിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോവുകയാണ്. അത് അറ്റൻഡ് ചെയ്യണമെങ്കിലൊക്കെ നിങ്ങൾക്കുള്ള ഒരേ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ പോരാട്ടം ടെസ്റ്റ് സീരീസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ചോദ്യങ്ങൾ ഇങ്ങനെയാണ്. ചോദ്യങ്ങൾ നിങ്ങൾക്ക് വരാവുന്ന മെറ്റീരിയൽ കവർ ചെയ്യുന്ന, നിങ്ങൾക്ക് വരാവുന്ന വേരിയസ് ഗവൺമെൻറ് റിപ്പോർട്ടുകൾ പഠിച്ചുകൊണ്ടുള്ള, ഇതിനൊക്കെ പുറമെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള, അങ്ങനെ എന്തൊക്കെ സാങ്കേതിക വിദ്യകളുണ്ടോ, ഏതൊക്കെ രീതിയിൽ ഒരു എക്സാമിനെ ക്രാക്ക് ചെയ്യാൻ പറ്റുമോ, അതെല്ലാം ചെയ്തുകൊണ്ടാണ് പോരാട്ടം നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളത് എന്താ പറയുക, മാക്സിമം യൂസ് ചെയ്യുക. ഇതിനൊക്കെ പുറമെ നിങ്ങൾക്ക് അറിയാം ഒരു ടെസ്റ്റ് സീരീസ് നടക്കുന്നുണ്ട്, പക്ഷെ അത് അവിടെ എന്ത് പഠിക്കണം? ഈ പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഞാൻ പഠിക്കുന്നത് എനിക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസ് ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും ഒരു ഫ്രീ സ്റ്റഡി പ്ലാനർ കിട്ടും. അതിന് ഫ്രീ സ്റ്റഡി പ്ലാനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണുന്ന പോലെ ഓരോ സബ്ജക്റ്റിലെയും ഏത് ടോപ്പിക്കിൽ നിന്നാണ് ഈ പരീക്ഷയ്ക്ക് ചോദ്യം വരാൻ പോകുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്കുകൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ചോദിക്കാം, അങ്ങനെ ഒരു എക്സോസ്റ്റീവ് ആയിട്ടുള്ള ഒരു ലിസ്റ്റ് നിങ്ങളുടെ കയ്യിലോട്ട് കിട്ടുക. ആ ലിസ്റ്റ് വെച്ചുകൊണ്ട് നിങ്ങൾ പഠിച്ചാൽ തന്നെ നിങ്ങൾ റാങ്ക് ലിസ്റ്റ് കയറുമെന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടുമില്ല. ഇതിനൊക്കെ പുറമെ റാങ്ക് ലിസ്റ്റ്, PSCയുടെ ഒറിജിനൽ റാങ്ക് ലിസ്റ്റിന് മുമ്പ് അതിനോട് അല്ലെങ്കിൽ ഏകദേശം അതുമായിട്ട് തന്നെ സാമ്യപ്പെടുത്താവുന്ന ഒരു റാങ്ക് ലിസ്റ്റാണ് KS മെൻറ്ററിൻ്റെ ടെസ്റ്റ് സീരീസിൽ എപ്പോഴും വരാവുന്നത്. കാരണം അതിലെ ടോപ്പ് എത്തുന്നവർ PSC റാങ്ക് ലിസ്റ്റിലും ടോപ്പ് എത്തുന്ന ഉറപ്പാണ്. അപ്പോൾ ആ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് കാണാനുള്ള ഒരു അവസരം കൂടെയാണ് പോരാട്ടം ടെസ്റ്റ് സീരീസ്. ഇതിനൊക്കെ പുറമെ KS മെൻറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന റിപ്പോർട്ട് കാർഡ് സിസ്റ്റം, നിങ്ങളോട് ഒരു എക്സാമിൻ്റെ അവസാനം എത്തുന്ന സമയത്ത്, കുറച്ച് ടെസ്റ്റ് സീരീസ് എഴുതുന്ന സമയത്ത് നിങ്ങൾ ഒരാൾ വിളിച്ച് പറയാണ്, ഇത്രയും ടെസ്റ്റ് സീരീസ് എഴുതിയല്ലോ, നിങ്ങളുടെ ഈ ഏരിയ കുറച്ച് വീക്കാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ടോപ്പിക്ക് എന്നുള്ള ചോദ്യം തുടർച്ചയായി തെറ്റിക്കുന്നു, വേഗം അത് പോയി റിവിഷൻ ചെയ്ത് വെക്കി, അങ്ങനെ വരെ പറഞ്ഞു തരുന്ന ഒരു ടെസ്റ്റ് സീരീസ് ആണ് പോരാട്ടം എന്നുള്ളത് തന്നെയാണ് ഞാനിത് ഇത്ര ഇമ്പോർട്ടൻസ് കൂടി, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷൻ്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴും ഇത് നിങ്ങളോട് പറയാൻ ഞാനൊരു 10 മിനിറ്റ് നിങ്ങളിൽ നിന്ന് എടുത്തത്. അപ്പോൾ മറക്കരുത്, ഈ ഒരു ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ എവിടെ പഠിച്ച വിദ്യാർത്ഥി ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഒരു PSC റാങ്ക് ലിസ്റ്റിലോട്ട് എത്തണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ LSCS സെക്രട്ടറി ആവണം എന്നുള്ളതാണ്, കേരള ബാങ്ക് അസിസ്റ്റന്റ് മാനേജർ ആവണം എന്നുള്ളതാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ ഇതാണ് നിങ്ങളുടെ ഐഡിയൽ സൊല്യൂഷൻ എന്നുള്ളത്, സ്മാർട്ട് സൊല്യൂഷൻ എന്നുള്ളത്. അത് മാക്സ് ഉപയോഗിക്കുക. നമ്മൾ ഓൾറെഡി ഈ വരുന്ന 27th നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യും. SCA കഴിഞ്ഞ് ഉടനെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ സമയം നിങ്ങളുടെ കയ്യിലില്ല, പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി ഒരുപാട് വീഡിയോസ് ഇനി KS മെൻറ്റർ ചാനലിൽ ഉടനെ വരും. KS മെൻറ്റർ ടെലിഗ്രാം ചാനലിൽ ഒരുപാട് ഫ്രീ മെറ്റീരിയൽസ് കിട്ടും. സോ ഇതൊന്നും മറക്കരുത്, കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവുക, ഒപ്പം പഠിക്കാം. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ്. നമുക്ക് വീണ്ടും കാണാം.